ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെടികളെക്കുറിച്ചോ ഗാർഡനെക്കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ ഭംഗി കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ ഇത് ഞാൻ സാധാ ഒരു വയസ്സായൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് തയ്ച്ചെടുത്തൊരു ഉടുപ്പാണ്. അപ്പോൾ ഇതൊരു സാധാ ലുക്കല്ലേ, ഇപ്പോൾ ഒരു ടൈലറിങ് കഴിഞ്ഞൊരു ഉടുപ്പാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ 2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തേക്കാണ്. കാരണം കുട്ടികൾക്ക് ഇടുമ്പോൾ അതിൽ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്നും ചെയ്തെടുത്തിട്ടില്ല, നെറ്റൊന്നും ഇല്ല. പിന്നെ വെൽവെറ്റിൻ്റെ ശീലയാണ് കേട്ടോ മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് നെറ്റാണ്. അപ്പോൾ ഈ ഡ്രസ്സ് അടിച്ചതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിന് വേണ്ട ക്രാഫ്റ്റും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊരു നെറ്റിൻ്റെ പീസ് 2 മടക്കാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അടിക്കാൻ കഴിയണമായതുകൊണ്ട് ഞാനത് പറയണില്ല. പിന്നെ ഇത് വെൽവെറ്റിൻ്റെ പീസാണ് കേട്ടോ. അതൊരു ചതുരത്തിൽ നമ്മൾ പണ്ടൊക്കെ ടെസ്റ്റർ അടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പിൽ അടിച്ചുകൊണ്ട് മറിച്ചെടുക്കുക. അപ്പോൾ അത് വെച്ചിട്ടൊരു ബോ ആണ് കേട്ടോ അതിൻ്റെ മുന്നിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബോൻ്റെ ആ നെറ്റിൻ്റെ പീസ് ഞാൻ അതുമ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും പിടിച്ച് വലിച്ചാലോ പറഞ്ഞു പോരരുതല്ലോ. പിന്നെ നമുക്ക് ഈ ബോ ഒന്ന് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ബട്ടൺസ് വേണം. അപ്പോൾ അതിന് ഷോ ബട്ടനാണ്, അത് വാങ്ങിക്കാൻ കിട്ടും, വലിയ വിലയൊന്നും ഇല്ല അതിന്. പിന്നെ അതുപോലെ അതിൻ്റെ ആ റോസ് കളറിൻ്റെ ഒരു പീസ് തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു ബട്ടൺസ് ഇതിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണതന്നായിരിക്കും ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞു തരണമൊന്നുമില്ല, അങ്ങനെ ചുറ്റിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു തരുന്നില്ല, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ആ ബട്ടൺസ് നമ്മളതൊന്ന് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊരു ബോ ആക്കി മാറ്റണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോ കുറച്ചും കൂടെ വലുതാക്കിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ബോ ആണ് ചെയ്യുന്നത്. ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരുപാട് വലിയൊരു കുട്ടിക്കൊന്നല്ലല്ലോ, ഒരു വയസ്സായൊരു കുട്ടിക്കുള്ളതല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ ഈ ബോമ നമുക്ക് ആ ഒരു ഷോ ബട്ടന് നല്ല പോലെ തുന്നി കൊടുക്കാം. ശരിക്കും അത് സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പോൾ സ്റ്റിക്ക് ചെയ്താൽ പെട്ടെന്ന് പറഞ്ഞു പോരുന്നുള്ളതുകൊണ്ട് ഞാൻ അത് തുന്നി പിടിപ്പിക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളെ ബോ നല്ലപോലെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്ട് ഒട്ടിക്കുകയാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുക. കാരണം അത് കറക്റ്റ് ആകുമ്പോൾ സ്റ്റിക്കായി നിന്നോളും. മറ്റത് തുന്നി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൂചി വെച്ച് തുന്നണ സമയത്ത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. പിന്നെ ആ ഒരു റെഡിമെയ്ഡ് ലുക്കൊക്കെ തോന്നാൻ ഗ്ലൂ ഗണ്ണായിട്ട് ഒട്ടിക്കുമ്പോഴാണ് കൂടുതൽ ഒരു ഫിനിഷിങ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൊട്ടീക്കായിട്ട് തോന്നണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്നും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സ് റെഡിമെയ്ഡ് ഷോപ്പിലൊന്നും പോയാൽ കിട്ടൂല. അങ്ങനെ അതുകൊണ്ടാണല്ലോ ഫംഗ്ഷനൊക്കെ ഇടാൻ ഇങ്ങനെ ബൊട്ടീക്കായിട്ട് ചെയ്തെടുക്കുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ ഒരു ഉടുപ്പിൻ്റെ ഒരു ഭംഗി തന്നെ മാറിയില്ലേ. ഇപ്പോൾ സാധാ ഒരു ലുക്കിലുണ്ടായിരുന്ന ഉടുപ്പ് പെട്ടെന്ന് ഒരു റെഡിമെയ്ഡ് ലുക്കിലേക്ക് വന്നു ഈ ഒരു ബോ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഇനി ഇതിനോട് തന്നെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ഹെയർ ബാൻഡ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹെയർ ബാൻഡ് കൂടെ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ, ഹെയർ ബാൻഡ് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതും തുണി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആ താഴെ കൊടുത്തിട്ടുള്ളത് വെൽവെറ്റിൻ്റെ തുണിയാണ്. ആ വെൽവെറ്റിൻ്റെ തുണിയിൽ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വെൽവെറ്റിൻ്റെ തുണി നമുക്കൊരു 2 മടക്കാക്കിയിട്ട് അതൊന്ന് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം. ബാക്കി പീസൊക്കെ ഒന്ന് ഒഴിവാക്കി. അപ്പോൾ കട്ട് പീസ് ഒന്ന് ഒരു ചെറിയൊരു നീളത്തിലായത് നമ്മളെ കുട്ടിയുടെ ഒരു തല കവർ ചെയ്യണ രീതിയിൽ കേട്ടോ. പിന്നെ അതുമേ ഒരു ചെറിയൊരു ഇത് കൊടുക്കും വേണം, കുട്ടിക്ക് അത് വലിച്ച് തലയിലോട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മൂലവശം നമുക്കിതിങ്ങനെ ഒരു കോണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മറുവശവും കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു നടുഭാഗം കുറച്ച് വീതിയിലായിട്ട് അങ്ങ് 2 വശവും വീതി കുറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ആ ഹെയർ ബാൻഡ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ സൈഡ് തമ്മിൽ കൂട്ടിയിട്ട് അമ്പലം മറിച്ചെടുത്തേക്കാണ്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഒരു എലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടിക്കണ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഫ്ലവറാണ് എല്ലാവർക്കും അറിയാത്തുണ്ടാകുക. ഈ ഒരു ഹെയർ ബാൻഡൊക്കെ അടിക്കാൻ എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 അളവിലുള്ള ശീലയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതുണ്ടോ, അതിങ്ങനെ കോണാക്കിയിട്ട് മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുക. അതേപോലെ തന്നെ
പിന്നെ തിരിച്ച് പിടിച്ചിട്ട് 2 എഡ്ജും ആ ഒരു സെൻറ്ററിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക. പിന്നെ ഒരു കത്രിക വെച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു കൂർപ്പ് വരുന്ന ഭാഗം. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പിടിക്കട്ടോ, ഒരു ക്ലിപ്പ് വെച്ചിട്ട് പിടിക്കാം. എന്നിട്ട് കട്ട് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി അതൊന്നും ഇല്ലെങ്കിലും കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കരിയിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം എക്സ്ട്രാ എല്ലാ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുക. ഒരു കോണിൻ്റെ ഷേപ്പിൽ ഒരു ലീഫ് മാത്രം മതിയല്ലോ. അപ്പോൾ ആ ലീഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതേ വലിപ്പത്തിൽ തന്നെ 12 ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ വലുതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വലുത് ഉണ്ടാക്കണമെന്ന് കാണിച്ചത്. അപ്പോൾ കണ്ട നല്ല ഭംഗിയുള്ളൊരു ലീഫ് ഉണ്ടായില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ വലുത് 12 ചെറുത് 12 ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വലുതുകളൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെറ്റർ. മറ്റ് പശകൾ ഉപയോഗിച്ചാൽ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും വേണം. പെട്ടെന്ന് ഉണങ്ങും ചെയ്യുമല്ലോ ഈ ഗ്ലൂ ഗൺ ആകുമ്പോൾ. അപ്പോൾ ഓരോ ഇതളുകളും ഒന്നൊന്നും ഇങ്ങനെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് പ്രയാസമാണ്, ഇത് ചിലർക്ക് ചിലപ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസിന്മേ ഡയറക്റ്റ് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഈ ക്യാൻവാസിൽ നിന്ന് നമ്മളൊരു 2 റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ അതിൻ്റെ അടിഭാഗം ഫിനിഷിങ്ങിൽ അതിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചാണ്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരൊറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്നാലും ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കണ്ടോട്ടെ എഴുതിയിട്ടാണ് നമ്മൾ ഒരു ഫ്ലവറും കൂടി അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ഫുള്ള് നല്ല പോലെ ടൈറ്റായി ഒട്ടി നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്യാൻവാസ് കണ്ടോ അതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു റൗണ്ട് മതി കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. അപ്പോൾ ഈ വലിയ ഫ്ലവറിനനുസരിച്ച് അങ്ങനത്തതൊന്നും, പിന്നെ ചെറുതിനനുസരിച്ച് ചെറിയൊരു ഇതുമാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഓരോ ലീഫ് വെച്ചാണ്ട് ഒട്ടിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇത് പറഞ്ഞില്ലേ ക്യാൻവാസുമ്മയും ചെയ്യാറില്ല. അപ്പോൾ ക്യാൻവാസുമ്മ കുറച്ച് പശ ആക്കുക, പിന്നെ അടുത്തൊരു ലീഫ് ഒട്ടിക്കുക, അങ്ങനെ അത് ചുറ്റോറും ആ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോന്നാലും കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയും ഫ്ലവർ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ 2 ഫ്ലവറും ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാൻവാസൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാകത്തിനൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഈ 2 ഫ്ലവറും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ്, അതും ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ആ ചെറിയ ഫ്ലവർ അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇനി ആ സെൻറ്ററത്തെ ആ ഒരു ഹോള് അതിങ്ങനെ കാണാതെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഷോ ബട്ടൺ എടുക്കാം. ഒരു ചെറിയൊരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മുത്ത് പോലത്തെ ആണ്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോ ബട്ടൺ വെച്ചുകൊണ്ട് കവർ ചെയ്യണേ ഇതെടുത്തിട്ട് ഒരു ബ്ലാക്ക് കളർ എടുത്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് അത് വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ, അപ്പോഴും ഭംഗിയാണ്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വെട്ട് കഷ്ണം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെ ഒരു ഉടുപ്പും ഡ്രസ്സൊക്കെ നമുക്ക് നല്ലപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ വേസ്റ്റിലിട്ട് കത്തിച്ച് കളയല്ലേ ചെയ്യാറിൽ. അപ്പോൾ അതിന് പകരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലുക്ക് മാറി കിട്ടും ചെയ്യും, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളിപ്പോൾ കടയിലൊക്കെ പോയാണ്ട് ഈ ഹെയർ ബാൻഡൊക്കെ തരുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ മാച്ച് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അത് സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ടൈലറിങ് അറിയണമെന്നില്ല, അത് കൈ കൊണ്ട് വേണമെങ്കിലും തുന്നിയെടുക്കുക. ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ആകുമ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് തുന്നിയെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.